വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ റിയൽ നമ്പേഴ്സ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റംസും അതുപോലെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് റാഷണൽ നമ്പർ ആണോ അല്ലയോ എന്ന് പറയുക, അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്പർ സിസ്റ്റംസ് നിങ്ങൾ ഓൾറെഡി 9th-ലും 8th-ലൊക്കെ പഠിക്കുന്നതാണ്. നമുക്ക് ബേസിക്കലി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ റിയൽ നമ്പേഴ്സിൽ അതായത് സ്റ്റാർട്ടിങ് റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഒരു ടോപ്പിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളിപ്പോൾ 10th വരെ പഠിക്കുന്നതിൽ ടോപ്പിൽ വരുന്നത് റിയൽ നമ്പേഴ്സാണ്. ഈ റിയൽ നമ്പേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സും ഉണ്ടാകും, ഇർറാഷണൽ നമ്പേഴ്സും ഉണ്ടാകും. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു P/Q എന്നുള്ള ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. ഈ പിയും ക്യൂവും ഏതെങ്കിലും 2 നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 5/2 3/5 അങ്ങനെ എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ P/Q എന്നുള്ള ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. ഇർറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/Q എന്നുള്ള ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇപ്പോൾ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് 1.414 എന്നും പറഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു എൻഡ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും P/Q എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി P/Q എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സിൽ വരും. ഇനി ഈ റാഷണൽ നമ്പേഴ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇൻറ്റിജേഴ്സും മറ്റേത് ഫ്രാക്ഷൻസും. ഓക്കെ, ഇപ്പോൾ ഇൻറ്റിജേഴ്സും ഉണ്ട്, അതുപോലെ നമുക്ക് ഫ്രാക്ഷൻസും ഉണ്ട്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്പേഴ്സ് എല്ലാം തന്നെ. അതിൽ -3 -5 പിന്നെ 0 വരും, 1 2 3 അങ്ങനത്തെ നമ്പേഴ്സ് എല്ലാം തന്നെ ഇൻറ്റിജേഴ്സിൽ വരും. ബാക്കി ഫ്രാക്ഷൻസിൽ ഇപ്പോൾ 1/2 5/3 7/5 അല്ലെങ്കിൽ ഇപ്പോൾ 0.5 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. അല്ലെങ്കിൽ എന്താ പറയുക 3/2 എന്ന് പറഞ്ഞാൽ 1.5 അങ്ങനത്തെ എല്ലാം തന്നെ ഫ്രാക്ഷൻസിലാണ് വരാം. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ അത് ഡെസിമൽസ് എന്നും പറയാം. ഓക്കെ, കാരണം ഈ എല്ലാ ഫ്രാക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെസിമൽ വാല്യൂ ഉണ്ടാകും. ഇപ്പോൾ 5.3 എന്ന് പറയുമ്പോൾ അത് ഏകദേശം 1.666 എന്നും പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഇനി ഇൻറ്റിജേഴ്സ് വരുമ്പോൾ അതിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, 0 ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യാത്തതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, 0 1 2 3 ഒക്കെ. ഓക്കെ, അതുപോലെ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ 0 ഒഴിവാക്കും ഹോൾ നമ്പേഴ്സിൽ നിന്ന്. അതായത് നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 മുതലല്ലേ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സാണ്. കൗണ്ടിങ് നമ്പർ തന്നെ ഈവൻ ആകാം, ഓഡ് ആകാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൽ പ്രൈം നമ്പേഴ്സ് വരും, കോമ്പോസിറ്റ് നമ്പേഴ്സ് വരും. പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ ഒന്നും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 5 ഇതിനെയൊന്നും വേറൊരു നമ്പറും വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പ്രൈം നമ്പറാണ്. കോമ്പോസിറ്റ് എന്ന് പറയുന്നത് വേറെ നമ്പേഴ്സ് വെച്ച് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണൊരു ഓവറോൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ 9th-ലാണ് പഠിക്കുന്നത്. ഓക്കെ, 10th-ൽ ഇത് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് 10th-ൽ കൂടുതലും റാഷണൽ നമ്പേഴ്സിനെ പറ്റിയാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു P/Q എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ പിയും ക്യൂവും ഏതെങ്കിലും ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്പറിനെ P/Q എന്നുള്ള ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാലും അത് റാഷണൽ നമ്പറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 0.375 0.375 നമുക്ക് 375 ഡിവൈഡഡ് ബൈ 1000 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് P/Q എന്നുള്ള ഫോമിലാണ് അല്ലേ. ഒരു മോളിലെ നമ്പർ 375 എന്ന് പറയുന്നതാണ് P, 1000 എന്ന് പറയുന്നതാണ് Q. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റാഷണൽ നമ്പറാണ്. ഇതെങ്ങനെയാണ് ഈ ബൈ 1000 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 1000 ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെസിമൽ പോയിൻറ്റിനെ ഒരു സ്ഥാനം ലെഫ്റ്റിലേക്ക് നീക്കുക ചെയ്യുക. ഓക്കെ, അതായത് 375 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ നമ്മുടെ 375-ൻ്റെ ശരിക്കും പോയിൻ്റ് കിടക്കുന്നത് ഇവിടെയാണ്, 375.0 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിനെ ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കും ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് നമുക്ക്
375/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.5 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി 375 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിലോ ആ ഡെസിമൽ പോയിൻറ്റിനെ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് നീക്കും. ഓക്കെ, അതായത് ഈ 5ൻ്റെ ഇവിടെ വരും, പിന്നെ തിരിച്ച് 7ൻ്റെയും ലെഫ്റ്റിലേക്ക് വരും. അതായത് 375 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 3.75 ആണ്. അതുപോലെ തന്നെ 375/1000 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് നീക്കണം. അതായത് ഈ പോയിൻ്റ് ശരിക്കും കിടക്കുന്നത് ഇവിടെ 5 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ 1 2 3 തവണ നീക്കുക ലെഫ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ അത് 0.375 അതായിരിക്കും 375/1000 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് റാഷണൽ നമ്പറിനെയും ഇതുപോലെ P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ റാഷണൽ നമ്പർ P/Q എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ അത് 2 രീതിയിലാകാം. ഒന്നെങ്കിൽ അത് ചിലപ്പോൾ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് 0.375 പറഞ്ഞിട്ട് അത് തീർന്നു അവിടെ. പിന്നെ ഫർദർ ഡെസിമൽസ് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പറാണ്. ചിലത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1/3. ഓക്കെ, 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0.3333 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഇത് 1/3 എന്ന് എഴുതാൻ പറ്റുന്ന കാരണം കൊണ്ട് തന്നെ ഇത് റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇത് പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് ആണ്, അത് എൻഡിങ് ഉണ്ടാവില്ല. നോൺ ടെർമിനേറ്റിംഗ് എന്നാണ് അപ്പോൾ അതിനെ പറയാം. ഓക്കെ, ഇനി ഒരു റാഷണൽ നമ്പർ ഇപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ 2 റാഷണൽ നമ്പർ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഒരെണ്ണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 121/35 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു റാഷണൽ നമ്പർ തന്നിട്ടുണ്ട് 5/40 എന്നുള്ളത്. ഇതിലേതാണ് ടെർമിനേറ്റിംഗ് ഏതാണ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ന്യൂമറേറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഡിനോമിനേറ്ററിൽ നമുക്ക് ഡിനോമിനേറ്റർ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2ഉം 5ൻ്റെയും ഫാക്ടേഴ്സ് മാത്രമാണ് ഉള്ളൂ എങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അതായത് ടെർമിനേറ്റിംഗ് ഓൺലി ഇഫ് factors of 2 and 5. ഓക്കെ, 2ഉം 5ഉം ഡിനോമിനേറ്ററിൽ വന്നാൽ 2ഉം 5ഉം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 35 നോക്കിക്കഴിഞ്ഞാൽ 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5 × 7 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ 7 വന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഇനി 40 നോക്കിക്കഴിഞ്ഞാലോ 40 എന്ന് പറഞ്ഞാൽ എന്താണ് 4 × 10 ആണ്. ഓക്കെ, 4 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 4 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 2. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണിത് 2⁵3 × 5 ആണ്. ഓക്കെ, അതായത് ആകെ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എന്താ പറയുക ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5ഉം 2ഉം ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതല്ലാതെ ഏത് ഫാക്ടർ വന്നാലും അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഫാക്ടേഴ്സ് നോക്കാം. അതിനുശേഷം എന്താ പറയുക നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ഇവിടെ വേറെ 5ഉം 2ഉം അല്ലാത്ത ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലൊരല്പം ഒരു ട്രിക്കി ആവാവുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 49 / 35 ആണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ഡിനോമിനേറ്റർ നോക്കി. അപ്പോൾ ഇത് 49/35 എന്ന് പറയുന്നത് 7 × 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 7 വന്നു. അപ്പോൾ നമ്മൾ പറയുവാണ് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്ന് പറയാമെന്ന് വെച്ചോ. അത് തെറ്റായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 49നെ നമുക്ക് 7 × 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 7 × 7 ഡിവൈഡഡ് ബൈ 7 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലത്തെയും ഈ ഒരു 7ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇത് 7/5 എന്നുള്ള ഫോമിലായി. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുക 5 മാത്രമാണ് ഫാക്ടർ ഉള്ളൂ,
അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. നോർമലി അങ്ങനെ തരാൻ സാധ്യതയില്ല. കാരണം P/Q എന്നുള്ള ഫോം തരുമ്പോൾ എന്താ പറയുക, നമുക്ക് വേറൊരു നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ആ രീതിയിലായിരിക്കണം P/Q തരേണ്ടത്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഇങ്ങനെ ഒന്ന് നോക്കിയേക്കാം മോളിൽ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അത് നോർമലി വരാൻ സാധ്യതയില്ല. ഇനി ഇപ്പോൾ ഈ 5/40, ഓക്കെ, ഈ 5/40 നമ്മൾ പറഞ്ഞു, ഇവിടെ മോളിൽ പറഞ്ഞു അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എത്ര ഡെസിമൽ പ്ലേസ് കഴിഞ്ഞാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ആക്ച്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ, 375 ഡിവൈഡഡ് ബൈ 1000 എന്നുള്ളത്. അത് എത്രയായിരുന്നു? 3 ഡെസിമൽ പ്ലേസ് ആണ് ഉള്ളത് അല്ലേ. അതായത് താഴെ 1000 വന്നു കഴിഞ്ഞാൽ 3 ഡെസിമൽ പ്ലേസ്, 1000-ൽ 3 0 ആണുള്ളത്. അപ്പോൾ നമുക്ക് 3 ഡെസിമൽ പ്ലേസിൽ നമുക്ക് അത് ടെർമിനേറ്റ് ആവുമെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ഉപയോഗിക്കണം. അതായത് താഴെ 10 ആക്കാം. ഓക്കെ, 10, അതായത് 10, 100, 1000 അങ്ങനത്തെ നമ്പേഴ്സ് ആക്കാം. അപ്പോൾ നമുക്ക് 14 എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? 14 നമ്മൾ എന്താ പറയുക, 40 നമ്മൾ നേരത്തെ ഇവിടെ എഴുതി 2⁻³ × 5 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 5/40 × 40 നമുക്ക് 2⁻³ × 5 എന്ന് എഴുതാം. 2⁻³ × 5 എന്ന് എഴുതാം. ഓക്കെ, അതായത് 40 നമ്മൾ 2⁻³ × 5 എന്ന് എഴുതി. ഇനി ഇവിടെ അപ്പോൾ നമുക്ക് താഴെ 10 അല്ലേ വേണ്ടത്, 10, 100, 1000 ഒക്കെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 2ഉം ഒരു 5ഉം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. ഓക്കെ, അപ്പോൾ 2⁻³ ഞാൻ ഒരു 2 × 2 × 2 എന്ന് എഴുതി, ഇൻറ്റു ഒരു 5 ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2ഉം ഒരു 5ഉം ചേർന്ന് ഒരു 10 ആയി. ഇനി നമുക്ക് വീണ്ടും 2 2 ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും 2 തവണ 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ മുകളിലും 5 മൾട്ടിപ്ലൈ ചെയ്യണം, 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മൊത്തം എത്രയായി? 3 2 ഉണ്ട്, അതുപോലെ 3 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. താഴെ എന്തായാലും വരാൻ പോകുന്നത് 3 × 10 വരും, അപ്പോൾ 1000 വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ 5/40 എന്ന് പറയുന്നത് 3 ഡെസിമൽ പ്ലേസസിൽ എൻഡ് ചെയ്യും. ഓക്കെ, 3 ഡെസിമൽ പ്ലേസസിൽ നമുക്ക് എൻഡ് ചെയ്യും. അപ്പോൾ അത് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മുകളിലത്തെ കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 5 × 5 എന്ന് പറയുമ്പോൾ 125 ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.125 എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ബട്ട് അത് നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസിലാണ് എൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ താഴെ എത്ര 0 വന്നിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 1247 ഡിവൈഡഡ് ബൈ 1250. ഓക്കെ, 1250. ഇത് എത്ര ഡെസിമൽ പ്ലേസസിൽ എൻഡ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഡിനോമിനേറ്റർ എടുത്തിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 1250 അതിന് ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ആദ്യം 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് 125 ആയി. ഇനി 125നെ ഞാൻ 25 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 5 ടൈംസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 1250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 25 × 5 ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 2 ആണ്, ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 5 × 5 ആണ്. പിന്നെ നമുക്ക് ഒരു ബാലൻസ് 5ഉം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ 10 എന്ന് പറയുന്നത് 5 × 2, 25 എന്ന് പറയുന്നത് 5 × 5, പിന്നെ ഒരു ബാലൻസ് 5ഉം. അപ്പോൾ ഇതെന്തായി? 2⁻1 × 5⁻4. ഓക്കെ, 4 തവണ 5 വരുന്നുണ്ട്. 1 2 3 4, 5⁻4. ഓക്കെ, അപ്പോൾ 2⁻1 × 5⁻4 എന്നാണ് 1250യുടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ 2⁻1 × 5⁻4 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, നമുക്ക് പക്ഷേ 4 5 ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? 3 2ഉം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മുകളിലും 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ശരിക്കും. പക്ഷേ നമുക്കത് തൽക്കാലം മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എത്ര ഡെസിമൽ പ്ലേസസിൽ എൻഡ് ചെയ്യുമെന്നാണ് നോക്കേണ്ടേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇത് 2⁴ ഇൻറ്റു 5⁴. അതായത് 4 തവണ 10 വരും. അപ്പോൾ 4 0 വരും താഴെ. ഓക്കെ, അതായത് ഇത് 4 ഡെസിമൽ പ്ലേസസിൽ നമുക്ക് ടെർമിനേഷൻ കിട്ടും. ഓക്കെ, 4 ഡെസിമൽ പ്ലേസസിൽ ഇത് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസിൽ ടെർമിനേറ്റ് ചെയ്യും നോക്കാനായിട്ട് ജസ്റ്റ് താഴെ കംപ്ലീറ്റ് 2ഉം 5ഉം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ബാക്കി അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.